ഞങ്ങളുടെ പുതിയ ന്യൂ ഇയർ വിശേഷമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു ന്യൂ ഇയർ അടുത്ത വർഷം ചിലപ്പോൾ ഞങ്ങളെ ഇത്ര പറഞ്ഞ ആൾക്കാരൊന്നും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ പ്ലാൻ ഇട്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ വർഷം എന്തായാലും ന്യൂ ഇയർ ആഘോഷം നടത്തണമെന്ന്. അങ്ങനെ അപ്പോൾ ഇത് കണ്ടോ, ഇത് ഞാൻ മെയിനായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതെന്ന് വെച്ചാൽ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളണേ, ഞാൻ ആദ്യമായിട്ട് കാണുന്ന സംഭവമാണ്. ഇതെന്ന് വെച്ചാൽ ഈ ഒരു കുക്കറിന് ഇങ്ങനെ മണ്ണ്, അതുപോലെ ഒരു പ്രത്യേകതരം മണ്ണുണ്ട്, ആ ഒരു മണ്ണ് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചാൽ അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ കുക്കർ പോവത്തില്ല. പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ ഈ കരി പിടിക്കുന്ന പാത്രമൊക്കെ ഇല്ലേ, അപ്പോൾ ഇതൊക്കെ ഇതുപോലെ മണ്ണ് പിടിപ്പിച്ചിട്ടാണ് നമ്മുടെ നോർത്ത് സൈഡിലുള്ള ആൾക്കാരൊക്കെ അടുപ്പിൽ വെക്കുന്നതെന്ന് ഉള്ളൊരു പുതിയ അറിവും കൂടി ഇന്ന് എനിക്ക് ഇതിൽ നിന്ന് കിട്ടി. ഗംഭീരല്ലേ പരിപാടി? എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നി. കാരണം നമ്മളെന്ന് വെച്ചാൽ നാട്ടിലൊന്നും കുക്കറൊന്നും അടുപ്പിൽ വെക്കാറില്ല. ഒന്നിക്ക് ഗ്യാസ് അല്ലെങ്കിൽ ഇൻഡക്ഷൻ ബേസ്ഡ് കുക്കറാണെങ്കിൽ അങ്ങനെ ഇൻഡക്ഷനിൽ മാത്രമേ യൂസ് ചെയ്യൂ. ഇതിപ്പോൾ വല്ലാത്തൊരു അത്ഭുതമായേ. അപ്പോൾ ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ഞങ്ങൾ കുക്കറും എല്ലാ പാത്രങ്ങളും നോൺ സ്റ്റിക്ക് ഒഴികെയുള്ള ബാക്കി എല്ലാ പാത്രങ്ങളും ഇതുപോലെ നമ്മൾ അടുപ്പിൽ വെക്കുന്നു. അതിന് മണ്ണ് ഇതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ടാണ് വെക്കുന്നത്. എന്തോ ഒരു തരം ചളിയാണ്, അത് തേച്ച് പിടിപ്പിച്ചാൽ പെട്ടെന്ന് ആ കരിയൊക്കെ ഇളകി പോകും. നമുക്ക് അധികം ഇത് കഴുകി വൃത്തിയാക്കേണ്ട പണിയില്ലാന്ന്. അപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്കങ്ങ് ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് ഷെയർ ചെയ്തത്. അപ്പോൾ എനിക്ക് എന്തായാലും അത് ഹെൽപ്ഫുള്ളാണ്. ഇനി നാട്ടിൽ പോയി ഇതൊന്ന് ട്രൈ ചെയ്യണം. മണ്ണ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ പുറ്റി മണ്ണ് എന്നൊക്കെ പറയാറില്ലേ, ചെതലൊക്കെ അരിക്കുന്ന ആ ഒരു തരം മണ്ണാണ്, നൈസായിട്ടുള്ള. നമ്മുടെ മറ്റുള്ള മണ്ണുകളല്ല, നൈസായിട്ടുള്ള. എന്താ അതിന് പേര് പറയുന്നത്, എന്തോ ഒരു പേരെനിക്ക് മറന്നുപോയി. പിന്നെ നമ്മുടെ പരിപാടികളൊക്കെ തുടങ്ങി. ഇനിയിപ്പോൾ ഈ കണ്ട ആൾക്കാരൊന്നും എവിടെയും നമുക്ക് കാണാൻ പോകണില്ല. ചിലപ്പോൾ കോണ്ടാക്റ്റിലുണ്ടാവും, കോണ്ടാക്റ്റിൽ ഇല്ലെങ്കിലും ഉണ്ടായാലും നമ്മൾ ഇവരെയൊന്നും ഇനി നേരിട്ട് കാണാൻ പോകുന്നില്ല. അപ്പോൾ ഇതൊരു മെമ്മറീസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒന്നിവിടെ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മളെല്ലാവരും ഇതാ ഗംഭീരമായിട്ട്, അപ്പോൾ ഈ പറഞ്ഞ് കണ്ട സൈഡുകൾ മൊത്തം ഇന്ന് പരിപാടി ഗംഭീരമാണ്. അപ്പോൾ ഞങ്ങളെന്ന് വെച്ചാൽ ഇവിടെ ആണുങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ലേഡീസ് ഓൺലിയുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ ചേട്ടൻ ഇനിയിപ്പോൾ രാത്രി ആകുമ്പോഴേ വരത്തുള്ളൂ. അപ്പോൾ ചേട്ടൻ എന്തായാലും കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ബാക്കിയുള്ള ആണുങ്ങളൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ പിന്നെ പെണ്ണുങ്ങളാകുമ്പോൾ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ എന്തായാലും. പക്ഷെ ആർക്കും ഒരു എതിരഭിപ്രായം ഇല്ലാത്ത ആൾക്കാരെ നമ്മൾ എന്തു പറഞ്ഞാലും നമ്മുടെ ആ ഒരു അഭിപ്രായത്തോട് യോജിച്ച് നിൽക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ് ഇങ്ങനെയൊക്കെ പ്രോഗ്രാമിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. അതിനിടയിൽ നമ്മൾ കുറച്ച് പക്കുവടി ഉണ്ടാക്കി. പക്കുവടിയും അതുപോലെ ജ്യൂസും. ചായയുണ്ട്, ചായ വേണ്ടുന്നവർക്ക് ചായ കഴിക്കാം, ജ്യൂസ് വേണ്ടുന്നവർക്ക് ജ്യൂസ് കഴിക്കാം. പിള്ളേർ പാട്ടൊക്കെ വെച്ച് ഗംഭീര ഡാൻസായിരുന്നു. അപ്പോൾ തൊട്ടപ്പുറം ഇപ്പുറമൊക്കെ ഉള്ള വീടുകളിലൊക്കെ ഇതുപോലെ ഗംഭീരമായിട്ടുള്ള ആഘോഷങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരും ഡാൻസ്. അപ്പോൾ അവരൊക്കെ ഞങ്ങളെ വിളിക്കാൻ വന്നേ. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വരണം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഡാൻസൊക്കെ ചെയ്യാമെന്ന്. അപ്പോൾ അതിനൊക്കെയുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ ഈ പണിയൊക്കെ പെട്ടെന്ന് തീർത്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് അവരുടെ കൂടെ ഒന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുഞ്ഞു പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. പാട്ട് മാറ്റി വെക്കുന്നു, ഡാൻസ് കളിക്കുന്നു, പിന്നെ പക്കുവട കഴിക്കുന്നു, ചൂട് പക്കുവട ഊതി കഴിക്കുന്നു. എന്ത് രസമല്ലേ! ഇങ്ങനെയുള്ള മെമ്മറീസൊന്നും ഇനിയിപ്പോൾ നമുക്ക് നാട്ടിൽ പോയാൽ കിട്ടില്ല. നാട് നമ്മുടെ വീട്. ചിലപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ പരിപാടികൾ എന്താ പറയുക അവതരിപ്പിക്കും എന്നല്ലാതെ ഈ ഒരു വൈബ് ഒരിക്കലും കിട്ടില്ല. ഇത് ഇവിടെ മാത്രമുള്ളൊരു വൈബാണ്. അങ്ങനെ പക്കുവട ഇതാ എല്ലാവരും ഉണ്ടാക്കി കഴിക്കുകയാണ്. ടൊമാറ്റോ സോസൊക്കെ ടച്ചപ്പൊക്കെ കൂട്ടിയിട്ട്. പക്ഷെ ഇത് നല്ലൊരു വൈബായിരുന്നേ. നമ്മൾ തീയിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്ന ആ ഒരു സുഖം ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. എനിക്ക് വിഷമം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അടുത്ത തവണ ഇവരൊക്കെ പോവുമല്ലോ എന്നുള്ളതാണ്. ഇനിയിപ്പോൾ വേറൊരു ഫാമിലി വരുമായിരിക്കും. എന്നാലും എന്തോ നമുക്ക് ഇത്രയും സെറ്റായിട്ടുള്ള ഒരു ഫാമിലി കിട്ടണമെങ്കിൽ ഇനിയിപ്പോൾ അടുത്തവരും കൂടി കുറച്ച് സെറ്റ് ആവണമല്ലോ. ചിലപ്പോൾ ഇതുപോലെയുള്ള ആൾക്കാരാണോ അല്ലയോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഏതായാലും ഈ ഒരു വർഷം അങ്ങ് ഗംഭീരമായിട്ട് പോകട്ടെ എന്ന് വിചാരിച്ച്, എല്ലാവർക്കും ഒരു മെമ്മറീസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അതിനിടയിൽ പിള്ളേർ ഫോണും എടുത്ത് പോയിട്ട് അപ്പുറം ഇപ്പുറമൊക്കെയുള്ള അലങ്കാരങ്ങളൊക്കെ ഒന്ന് വീഡിയോസൊക്കെ എടുത്തിട്ട് വരുവാണ്. പിന്നെ അവിടെയൊക്കെ പോയിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അവിടെ പാചകം ചെയ്യുന്ന തിരക്കിലാണ്. അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്ന് വേണം നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്.
എന്തോ ഒരു ഭയങ്കര സന്തോഷമേ. ഇനിയിപ്പോൾ കഴിഞ്ഞ വർഷം ഇതേപോലെ ഞങ്ങൾ ന്യൂ ഇയർ ആഘോഷിച്ചിട്ടുണ്ട്. അന്നെന്ന് വെച്ചാൽ ഇതുപോലെ ഫുഡൊന്നും ഉണ്ടാക്കിയില്ല. ആദ്യം ഞങ്ങൾ കുറേ മെനു അങ്ങ് ഉണ്ടാക്കി ലാസ്റ്റ് ഒരു മെനു ഇല്ലാതെ ഞങ്ങൾ കുറച്ച് ഓർഡർ കൊടുത്തു പുറത്ത്. ഞങ്ങൾ 4 ഫാമിലി ഉണ്ടായിരുന്നു അന്നും. അതേപോലെ ഒരു ചേച്ചി ഇപ്പോൾ പുറത്ത് പോയി താമസിക്കാൻ. അപ്പോൾ പിന്നെ അവരും കൂടി വരാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവരും കൂടി ആകുമ്പോൾ നമ്മൾ വീണ്ടും 4 ഫാമിലി ആയി. അപ്പോൾ അവർ പഞ്ചാബ്, പിന്നെ 2 ബീഹാർ, പിന്നെ ഞാനൊരു കേരള. അപ്പം ഞങ്ങളുടെ വൈബ് എന്ന് പറയുന്നത് എല്ലാവരും സെയിം ആണേ. അങ്ങനെ ഒരു എന്താ പറയുക, പ്രായമായാലും അങ്ങനത്തെ ഒരു മൈൻഡൊന്നുമല്ല, എല്ലാവരും ഒരു ചിൽ. അപ്പോൾ അങ്ങനെ അവിടെ നിന്നൊക്കെ ഞങ്ങൾ പിള്ളേർ വന്നു. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു പെട്ടെന്ന് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് സംഭവം റെഡിയാക്കാൻ. അപ്പോൾ മെനു ഞാനിപ്പോൾ പറയണ്ടേ. മെനു എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു കേക്കുണ്ട്, പിന്നെ ജ്യൂസുണ്ട്, അതിനിടയിൽ ഒരു പക്വട കഴിച്ചു. പിന്നെയെന്ന് വെച്ചാൽ പുലാവ്, പിന്നെ മട്ടർ പനീർ, കുറച്ച് സാലഡ്, റായിത്ത പറഞ്ഞാൽ ഒരു തരം എന്താ പറയുക, നമ്മുടെ ഈ ലഡുവിൻ്റെ ഒരു ബൂന്തിയില്ലേ അതിട്ടിട്ടുള്ള ഇതാണ് കേട്ടോ റായിത്ത. ലഡുവിൻ്റെ ബൂന്തി ഇട്ടിട്ടുള്ള ഒരു പച്ചടി എന്ന് പറയും. അപ്പം ഞങ്ങളിതാ ഡ്രസ്സൊക്കെ മാറി വന്നിട്ട് പെണ്ണുങ്ങൾക്ക് മാത്രമായിട്ട് ഇതാ ഞങ്ങൾ കഴിക്കാനിരിക്കുകയാണേ. അപ്പോൾ എൻ്റെ ഇത് കണ്ടോ, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഈ മട്ടർ പനീർ. ആഹാ, നമ്മൾ പറയാറില്ല ഒരുമിച്ച് ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോഴൊരു പ്രത്യേക ടേസ്റ്റ്, അത് നമുക്ക് സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കിയാൽ കിട്ടത്തില്ല. അപ്പം നമ്മൾ ഞാൻ പൊതുവേ ഇങ്ങനെയുള്ള ഫംഗ്ഷനൊന്നും രാത്രി സാരി ഉടുക്കാറ് കുറവാണ്. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞായിരുന്നു സാരി ഉടുത്തിട്ട് വരണമെന്ന്. അപ്പോൾ എനിക്കെന്തോ മടിയാണ് ഈ സാരിയൊക്കെ ചുറ്റിക്കെട്ടി പോകണ്ടേ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഡാൻസൊക്കെ കഴിഞ്ഞ് വന്നു. ഇതാ കേക്കും കൂടി മുറിച്ചു. അപ്പം ഞങ്ങളുടെ കുഞ്ഞല്ല കേട്ടോ, ഇത് വലിയ നിന്ന് ഓർക്കാൻ പറ്റിയിട്ടുള്ള ഒരു ന്യൂ ഇയർ മെമ്മറീസായിട്ട് ഇവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളുടെ ആ ഒരു